ആയി കുരയ്ക്കണ പോലെ കുരയ്ക്കുക. ആരും ഇത്ര നല്ല ആൾക്കാരൊന്നല്ല. ആരും ഏത് പെണ്ണുമില്ല ഏതാണുമില്ല ഈ ദുനിയാവില് ആരും തെറ്റ് ചെയ്യാത്തവരും ഇല്ല. പിന്നെ മുസാഹിഫിന്റെ ഉറകൾ ആരുമില്ല. മുസാഹിഫിന്റെ ഉറകളായിട്ട് 5 നേരം നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് വേറെല്ലാം നിസ്കരിച്ചിട്ട് കണ്ട പെണ്ണുങ്ങളുടെ കൂടി കണ്ട ആണുങ്ങളുടെ കൂടെ കിടക്കണ എത്രയോ ആൾക്കാരുണ്ട്. അതിനെക്കാട്ടി നല്ലതാണല്ലോ അല്ലെ? 5 മക്കളെ നോക്കാൻ വേണ്ടി എത്തിയമായ 5 മക്കളെ നോക്കാൻ, ഉപ്പില്ലാത്ത മക്കളെ നോക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെന്റെ വിജയം തന്നെയാണ്. വെൽക്കം ബാക്ക്. ഷാജിദ ഷാജി അഗൈൻ. ഷാജിദ ഷാജി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് വീണ്ടും ഷാജിദ ഷാജിയെക്കുറിച്ച് തന്നെയാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരു പക്ഷേ. ജിനൂസ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ. ഞാൻ അദ്ദേഹത്തിൻ്റെ വ്ളോഗുകൾ ശ്രദ്ധിക്കാറുണ്ട്. വളരെ രസകരമായ രീതിയിൽ തമാശയോടുകൂടെയാണ് അദ്ദേഹം തൻ്റെ വ്ളോഗുകൾ അവതരിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും വളരെ രസകരമായ ഒരു അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ വ്ളോഗുകൾ കാണുമ്പോൾ ഉണ്ടാവുക. അത് ഓരോ സർഗ്ഗ കഴിവുകളാണ്. എല്ലാവർക്കും അങ്ങനെയുള്ള കഴിവൊന്നും കിട്ടുകയില്ല. നമ്മളൊന്നും അതിന് 4 അയലത്ത് എത്തുന്നതിന് വേണ്ടി ശ്രമിച്ചാലും അത് പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഷാജിദ ഷാജിയോട് പറയുന്നുണ്ട്, കൂടെ കിടക്കുന്നും പറയുന്നുണ്ട്. എന്തോ ഈ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ടോ എന്തോ സംഭവങ്ങളാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ആളാണെന്ന് തോന്നുന്നു. എനിവേ, തന്റെ വിമർശകരെ കുറിച്ച് ഷാജിദ ഷാജി പറയുന്ന വാക്കുകളാണ്: 5 നേരം നിസ്കരിച്ചതിന് ശേഷം കണ്ടവന്മാരുടെ കൂടെ കിടക്കുന്ന അപരാധികളാണോ എന്നെ വിമർശിക്കുന്നതെന്നാണ് ഷാജിദ ഷാജി എന്ന് പറയുന്ന ഈ ഒരു വനിത ചോദിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ആ ഷാജിദ ഷാജിയെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചില പരിമിതികളൊക്കെ ഉണ്ട്. ഷാജിദ ഷാജി പറയുന്ന ചില വാക്കുകളൊന്നും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് മുഴുവൻ തിരിയൂല. എന്താ കാരണം? അദ്ദേഹം ഈ മുസ്ഹഫിൻ്റെ നടുക്കണ്ടെന്ന് പറഞ്ഞാലും മുസ്ഹഫിൻ്റെ ഉറ എന്ന് പറഞ്ഞാലും അദ്ദേഹം തെറ്റിദ്ധരിക്കാനിടയായി. തെറ്റിദ്ധരിക്കുക മാത്രമല്ല, അതുകൊണ്ട് സംഭവിച്ചത് അതാണ്. അദ്ദേഹം തെറ്റിദ്ധരിച്ചത് നമ്മുടെ പരിശുദ്ധമായ ഖുർആനെക്കുറിച്ച്. ഖുർആൻ്റെ ഉറ ഒന്നുമല്ല ഞാൻ എന്നാണ് ഷാജിദ പറയുന്നത്. കാരണം ഈ ജിനൂസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അത്രയും, അഥവാ ചെറുപ്പത്തിലെ മദ്രസ പാഠങ്ങളോ പഠനങ്ങളോ ഇല്ലാത്ത, അഥവാ ഖുർആൻ എന്താണെന്നും ഹദീസ് എന്താണെന്നും ജിനൂസ് പഠിച്ചിട്ടില്ല, അറിയുകയുമില്ല. മാനേജർ ഉണ്ടാവും, വേറുള്ളതുണ്ടാവും. ഞാൻ ഒരു യൂട്യൂബർ ആകുമ്പോൾ ഒരു യൂട്യൂബറുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും? അതാണ് ക്യാമറാമാൻ, മാനേജർ, അടക്കമുള്ള അവന്റെ കൂടെ എനിക്ക് അഭിനയിക്കണം. അവരുടെ കൂടെ കൈ പിടിച്ച് അഭിനയിക്കേണ്ടി വരും, ചിലപ്പോൾ കെട്ടി പിടിച്ച് അഭിനയിക്കേണ്ടി വരും, ചക്കസ് ചെയ്ത് അഭിനയിക്കേണ്ടി വരും. ആരൊക്കെ ഉണ്ടാവും? അവരുടെ കൂടെയൊക്കെ റീൽസ് ചെയ്യും, വേറെ ചെയ്യും. എന്താ ഒരു സിനിമയിൽ ചാൻസ് ഉള്ളതുണ്ടാവും. ഞാൻ ഒരു യൂട്യൂബർ ആകുമ്പോൾ ഒരു യൂട്യൂബറുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും? കുറിച്ച് വളരെ ക്ലിയർ കട്ടായിട്ട് ഷാജിദ ഷാജി എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബർ പറയുന്നുണ്ട്. അത് എന്താണെന്നുള്ള കാര്യം 1 by 1 ആയിട്ട് നമുക്ക് നോക്കുന്നതിനോടൊപ്പം ആ ജിനൂസ് റിയാക്റ്റീവ് വ്ളോഗ് ചെയ്യുകയാണ് ഷാജിദയുടെ വാക്കുകളെ എടുത്ത്. അപ്പോൾ ആ വാക്കുകളിൽ പറഞ്ഞതാണ് ആര്? ഈ ഷാജിദ. ഞാൻ ഖുർആനിൻ്റെ മുസ്ഹഫിൻ്റെ ഉറയൊന്നുമല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? മുസ്ഹഫിൻ്റെ ഉറ എന്ന് പറഞ്ഞാൽ എന്താ? ഉറ ഏതിലും ഇടാം. ഉറ എന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങുമ്പോൾ അപ്പോൾ തൽക്കാലത്തേക്ക് ഉപയോഗിക്കുന്നതിനാണ് ഉറ എന്ന് പറയുന്നത്. മുസ്ഹഫ് എന്നതുപോലെ തന്നെ ചില നമ്മുടെ പുസ്തകങ്ങളൊക്കെ അല്ലേ, പ്രത്യേകമായിട്ട് നമ്മുടെ വേദപുസ്തകം എന്ന നിലക്ക് മുസ്ഹഫ് ഒരു കവറിലാണ് ഇടുക. നമ്മുടെ മൊബൈലൊക്കെ എന്താ ചെയ്യുക? മൊബൈലിൻ്റെ കവറ് അല്ലേ, അത് മൊബൈലിനേക്കാളും ശ്രേഷ്ഠമാണെന്ന് ആരെങ്കിലും പറയുമോ? കാരണം കവറ് പോയി, മൊബൈൽ പോയില്ല, നമുക്ക് കവറ് വേറെ വാങ്ങണം. അപ്പോൾ മുസ്ഹഫിൻ്റെ ഉറയെയാണ് ഈ സ്ത്രീ എന്ത് വിചാരിച്ചിരിക്കുന്നത്? മുസ്ഹഫിനേക്കാൾ ശ്രേഷ്ഠമായത് എന്നാണ് ഈ സ്ത്രീ വിചാരിച്ചത്. അതോടൊപ്പം തന്നെ അത് ജിനൂസിൻ്റെ വായയിലെത്തിയപ്പോഴോ ആ കവറ് സാധാരണ രീതിയിലുള്ള ഒരു ഉറ എന്ന് പറഞ്ഞപ്പോൾ ജിനൂസിൻ്റെ മനസ്സ് അങ്ങോട്ടാണ് പോയത്. എങ്ങോട്ടാണ് പോയത്? ഉറ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കാലുറക്ക് പണ്ടൊക്കെ ഉറ എന്ന് പറഞ്ഞിരുന്നു എന്നതുപോലെ തന്നെ വേറെ എന്തിൻ്റെങ്കിലും ഉറ അല്ലേ, കവറ്, അതാണ്. അപ്പോൾ മൂപ്പര് പോയ പോക്ക് നമ്മളുടെ മറ്റേ ഉറയാണ്. അത് ഗർഭധാരണ അഥവാ എന്താ പറയുക, ഗർഭധാരണ തടയുന്നതിന് ഉപയോഗിക്കുന്ന നിരോധകളെ കുറിച്ചാണ് ഉറ എന്ന് മൂപ്പര് കേട്ടിട്ടുള്ളൂ. ഉറയെന്നും പറയുന്നുണ്ട്, കൂടെ കിടക്കുന്നും പറയുന്നുണ്ട്. എന്തോ ഈ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ടോ എന്തോ സംഭവങ്ങളാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ആളാണെന്ന് തോന്നുന്നു.
എനിവേ തന്റെ വിമർശകരെ കുറിച്ച് ഷാഹിദ ഷാജി പറയുന്ന വാക്കുകളാണ്: 5 നേരം നിസ്കരിച്ചതിന് ശേഷം കണ്ടവന്മാരുടെ കൂടെ കിടക്കുന്ന അപരാധികളാണോ എന്നെ വിമർശിക്കുന്നത് എന്നാണ് ഷാഹിദ ഷാജി എന്ന് പറയുന്ന ഈ ഒരു വനിത ചോദിച്ചിരിക്കുന്നത്. വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 നേരം എന്നുള്ളത് എന്തോ ആവട്ടെ, പക്ഷേ അതിന് മൂപ്പരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ജലൂസിന് ഖുർആനെ കുറിച്ച് അത്രയേ അറിയൂ. കാരണം ചാത്തപ്പൻ എന്ത് മാഷറ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ. അത് ഇനി അവരുടെ മതത്തെക്കുറിച്ച് നമ്മളോട് ചോദിച്ചാലും അങ്ങനെ തന്നെയാണ്. ഉദാഹരണം രാമായണത്തെക്കുറിച്ച്, സീതയെക്കുറിച്ച്, രാമനെക്കുറിച്ച്, അതോടൊപ്പം തന്നെ വാൽമീകിയെക്കുറിച്ച് അല്ലേ, അവർ പുണ്യമായിട്ട് കരുതുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് അല്ലേ നമ്മളോട് ചോദിച്ചാൽ നമ്മൾക്ക് അത് പരിഹാസ്യമാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ അവരാരാധിക്കുന്ന ചില ശിലകളുണ്ട് അല്ലെ, ആ ശിലകൾ നമ്മളെ സംബന്ധിച്ച് എന്താണ്? കേവലം കല്ലുകൾ മാത്രമാണ്, മനുഷ്യനുണ്ടാക്കി വെച്ച കല്ലുകൾ മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളമോ അത് വലിയ ദൈവങ്ങളുമാണ്, അത് അവരുടെ വിശ്വാസമാണ്. അപ്പോൾ എന്നതുപോലെ തന്നെ നമ്മുടെ പരിശുദ്ധ ഖുർആൻ ആ ഉറ എന്ന് പറഞ്ഞപ്പോൾ സാജിദയുടെ ആ എന്താ പറയുക വായാടിത്തം അല്ലെങ്കിൽ വിവരമില്ലായ്മ. അപ്പോൾ മുസ്ഹാഫിൻ്റെ ഉറ എന്ന് പറഞ്ഞപ്പോൾ ജനൂസ് എന്ന വ്ളോഗർ തെറ്റിദ്ധരിച്ചത് ഏതെങ്കിലും ഗർഭനിരോധനത്തിൻ്റെ ഉറയാകുമെന്നാണ്. അദ്ദേഹം അത് പറയുന്നുമുണ്ട്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അദ്ദേഹം പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. അവന്റെ കൂടെ എനിക്ക് അഭിനയിക്കണം, അവരുടെ കൈ പിടിച്ച് അഭിനയിക്കേണ്ടി വരും, ചിലപ്പോൾ കെട്ടി പിടിച്ച് അഭിനയിക്കേണ്ടി വരും, കിസ് ചെയ്ത് അഭിനയിക്കേണ്ടി വരും, വരക്കുണ്ടാവും. അവരുടെ കൂടെയൊക്കെ റീൽസ് ചെയ്യും, വേറെ ചെയ്യും. എന്താ ഒരു സിനിമയിൽ ചാൻസ് ഉള്ളതുണ്ടാവും. ഞാൻ ഒരു യൂട്യൂബർ ആകുമ്പോൾ ഒരു യൂട്യൂബറുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും വളരെ ക്ലിയർ കട്ടായിട്ട് ഷാഹിദ ഷാജി എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബർ പറയുന്നുണ്ട്. അത് എന്താണെന്നുള്ള കാര്യം 1 by 1 ആയിട്ട് നമുക്ക് നോക്കുന്നതിനോടൊപ്പം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക്. ഇപ്പം നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞത്? മാത്രമല്ല ഈ ഈ ഈ സാജിദ എന്ന് പറയുന്ന ആ സ്ത്രീയെ സംബന്ധിച്ച് റിയാക്ട് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. ജിനൂസ് തന്നെ ഒട്ടനവധി വ്ളോഗുകളിൽ ഈ സാജിദയെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഉള്ളവനായ ഞാനും ഏതാനും വ്ളോഗുകളിൽ ഈ സാജിദയെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പ്രമുഖ യൂട്യൂബർമാർ എല്ലാവരും ഈ സാജിദയെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇസ്മി കേസിലിട്ട് വടി കൊടുത്തു അല്ലേ, ഞാൻ എൻ്റെ വീട്ടിൽ കയറിയിട്ട് എടാ എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേണ്ടത്ര വിവേശമൊന്നുമില്ലാത്ത എൻ്റെ നേരേക്കും അവൾ കൈ ഉയർത്തി, ഞാൻ കാണിച്ചു തരാം വല്യപ്പ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലൊക്കേഷൻ ഇട്ട് തരാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്ത്രീ പറയുന്നത് ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് എന്താ പറയുക ഫോട്ടോഗ്രാഫർമാരുണ്ട്, എനിക്ക് ക്യാമറാമാനുണ്ട്, എനിക്ക് ഡയറക്ടേഴ്സുണ്ട്, ഞാൻ സിനിമാ മേഖലയിലാണ്. അപ്പോൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ചിലപ്പോൾ കെട്ടിപ്പിടിക്കേണ്ടി വരും, ചിലപ്പോൾ ഉമ്മ വെക്കേണ്ടി വരും, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ എൻ്റെ കുട്ടികളെ പോറ്റാൻ വേണ്ടിയാണ് ഈ ചെയ്യുന്നത്. കാരണം കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യപ്പെടണേ എന്ന് ചോദിച്ചാൽ, നിനക്ക് മുമ്പും കുട്ടികളെ പോറ്റിയവർ ഇഷ്ടം പോലെ ലോകത്തുണ്ടായിരുന്നു. 5 അല്ല 10 കുട്ടികളെ പോറ്റിയിട്ടുള്ള വളരെ അനാഥയായ സ്ത്രീകളെ എനിക്കറിയാം. പക്ഷേ അവരൊന്നും തന്നെ ഇത്തരത്തിൽ കൂത്താടി മാത്രമല്ല ഞാൻ എൻ്റെ പടച്ചോൻ്റെ മുമ്പിൽ ഞാൻ അപ്പോൾ എന്താണ് ഇവൾ ഉദ്ദേശിക്കുന്നത്, പടച്ചോൻ എന്താണെന്ന് പോലും അവളെ സംബന്ധിച്ച് മനസ്സിലായിട്ടില്ല. ആലോചിച്ച് നോക്കൂ. അപ്പോൾ തോന്നിയത് പറയുക, തോന്നിയത് പ്രവർത്തിക്കുക. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇപ്പോൾ അവളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവൾ വേറെ എന്തോ എനിക്കിപ്പോൾ പടച്ചോന് എനിക്ക് നല്ല പണ്ടത്തെ കാലമല്ല, എനിക്ക് പടച്ചോൻ നല്ല വാരിക്കോരി തരുന്ന വഴിയുണ്ട്. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ആ വഴിയെന്ന് ആർക്കാണ് അറിയുക? ക്യാമറാമാനും മറ്റേ ഡയറക്ടറും മറ്റേ എന്താ പറയുക ഫോട്ടോ സ്റ്റുഡിയോ എടുക്കുന്നവരൊക്കെ കൂടെ കൊണ്ടുപോയിട്ട് അവരൊക്കെ ആണുങ്ങളാണ്. മധ്യരാത്രി എന്നല്ല പാതിര എന്നല്ല അത് അവൾ പറയുന്നുണ്ട്. ഇനി അവളോട് മറുപടി ഇല്ലല്ലോ. കാരണം സിനിമ ലൊക്കേഷനിലൊക്കെ സിനിമാ നടന്മാർ കാട്ടിക്കൂട്ടുന്നത് എന്താണ്, എന്നിട്ട് അത് പറയാൻ ആരുമില്ലേ, എൻ്റെ നേരക്കാണോ വരുന്നത് എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ. എന്ത് തന്നെയായാലും ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ജിനൂസിനെതിരെ ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു റിയാക്ടിങ് വ്ളോഗറാണ്, വ്ളോഗ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ജയിലിലാക്കി തരാം എന്ന് പറഞ്ഞിരിക്കുക. ഞാൻ പണി തരാമെന്നുണ്ട്, എല്ലാവർക്കും ഇവൾ പണി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ പോലീസുകാരും കോടതിയും എല്ലാം ഇവൾ എന്ത് പറയുന്നോ എന്ന് നോക്കി നടക്കുകയാണ്. അതായത് എൻ്റെ വായിൽ നിന്ന് എന്ത് വീഴുന്നുവോ അതാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. അത് ആ സ്ത്രീക്ക് തോന്നുക. വളരെ ഒട്ടനേകം സ്ത്രീകളെ ഇപ്പോൾ രേണുവിനെ നമ്മൾ വിഷയമാക്കുന്നുണ്ട്.
അതോടൊപ്പം തന്നെ ഒട്ടനേകം ആളുകളെ വിഷയമാക്കുന്നുണ്ട്. അത് ഇന്ന ആളെന്നൊന്നുമില്ല. അതിൽ ഒരു പോരായ്മ തോന്നിയാൽ ഓരോ വ്ളോഗുകളും എടുത്ത് റിയാക്ഷൻ വ്ളോഗ് ചെയ്യും. അത് പതിവാണ്. അത് യഥാർത്ഥത്തിൽ ഈ സ്ത്രീക്ക് സ്വാഭാവികമായിട്ട് എന്താ പറയുക, ഈ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോട് സഹനീയ മനസ്സ് പുലർത്താൻ അസഹ്യത കാണിക്കുകയാണ് ഈ സ്ത്രീ. അതാണ് അവൾ പലതും വാരി പുറത്തേക്ക് ഇടുമ്പോൾ റിയാക്ട് ചെയ്യുക എന്നത് ഒരു സ്വഭാവം മാത്രമാണ്. അതുമാത്രമേ ഈ റിയാക്റ്റിംഗ് വ്ളോഗേഴ്സ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അവൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഞാനെല്ലാവരെയും കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ പാഞ്ഞ് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കുക, ആർക്ക് കാണിച്ചു കൊടുക്കുന്നു? എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പോൾ തന്നെ, അല്ലേ? ഇതാണ് യഥാർത്ഥ സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.